حبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم من قال لا إله إلا الله تنفع من قالها حتى ترد عنهم العذاب والنقمة ما لم يستخفوا بحقها. قيل ما الاستخفاف يا رسول الله؟ قال يظهر العمل بمعاصي الله لم ينكر ولم يغير. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك حسنا لنا مددا ولا تكلنا إلى تدبير أنفسنا والناس تعجز عن إصلاح ما فسدا. സ്നേഹ ബഹുമാനാദവും നിറഞ്ഞ ബഹുമാനനായ യോഗാധ്യക്ഷൻ, ഈ മഹലിന്റെ പ്രസിഡന്റും ബഹുഭാഷാ പണ്ഡിതനും ഈ ഗ്രാമത്തിന്റെ പേരും പെരുമയും ദേശത്തും വിദേശത്തും എത്തിച്ച ബഹുമാനനായ പണ്ഡിത ശ്രേഷ്ഠർ, പണ്ഡിത കേരളത്തിലെ ആത്മീയ ഭൗതിക സമന്വയ സമ്മിശ്ര അക്ഷര വിദ്യാഭ്യാസ വിപ്ലവത്തിന് നാന്ദി കുറിച്ച നമ്മുടെ അഭിമാനമായ ചെമ്മാട് ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലർ കൂടിയായ ബഹുമാന്യനായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഉസ്താദ് അവർകൾ, സ്വാഗത പ്രഭാഷണം നടത്തിയ ഇസ്ലാമിക് സെന്ററിന്റെ ജനറൽ സെക്രട്ടറി ചെരട റഷീദ് മാസ്റ്റർ, ഖിറാഅത്ത് നിർവഹിച്ച ബഹുമാന്യനായ ഷഫീർ മുസ്ലിയാറും, എനിക്ക് വല്ലാതെ സീനേനെ പൂച്ച ഈ ഭൗതികമായ ലോകത്തിന്റെ ചില ആചാര അനുഷ്ഠാനങ്ങൾ കാണുമ്പോ എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നുകയാണ്. ഈ ദുനിയാവിന്റെ ചില ആചാരങ്ങൾ കാണുമ്പോ എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നുകയാണ്. കാരണം മർണദം തബ്കി സീനേനെ പൂച്ച, ഞാൻ മരിക്കുന്നത് വരെ ഒരാളും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല, ആരും എന്റെ ക്ഷേമം അന്വേഷിച്ചിട്ടില്ല. അനാരോഗ്യം ബാധിച്ച് ഒരു ചെട്ടക്കൂരയിൽ ഞാൻ കിടന്ന് പുഴുവിനെ പോലെ ഒരു ജന്മമായി അവഗണിക്കപ്പെട്ട് മരണത്തിലേക്ക് ഞാൻ മാടി വിളിച്ചു മരിച്ചു കഴിയുന്നത് വരെ ഒരാളും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല, എന്നെ ഒരാളും ബഹുമാനിച്ചിട്ടില്ല, എന്നെ ഒരാളും ആദരിച്ചിട്ടില്ല. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എന്നും നിന്ദതയുടെ പ്രതീകമായി ഞാൻ സമൂഹത്തിൽ നിന്ന് അകലേക്ക് മാറ്റി നിർത്തപ്പെട്ടവനാണ്. പക്ഷേ എന്റെ അത്ഭുതം, ലോക സർപ്പേ ഉടായേ ഹുദയത്തെ, ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോ എന്നെ അവഗണിച്ചവരെല്ലാം ഇന്നവരുടെ തോളിൽ കയറ്റി എന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഇതേവരെ എന്നെ കണ്ടാൽ കാർക്കിച്ചു തുപ്പിയവർ, ഇതേവരെ എന്നെ കണ്ടപ്പോൾ പുച്ഛത്തോടെ നോക്കിയവർ, ഇതേവരെ എന്നെ അവഗണിച്ചവർ, ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരിന്ന് എന്റെ ചുമലിൽ കയറ്റി അവരെന്നെ ആദരിച്ച് അവരെന്നെ ബഹുമാനിച്ച് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഈ ജീവിതത്തിന്റെ സയാനത്തിലെ കാഴ്ചകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഉറുദു കവിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ജീവിതം. ജീവനുള്ളപ്പോൾ ബഹുമാനിക്കാത്തവൻ ജീവൻ വിട പറയുമ്പോൾ ബഹിമജനിച്ച് തോളിലേറ്റി പള്ളിക്കാട്ടിലേക്ക് പോകുന്ന ഈ ജീവിതത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്റെ മകൻ കൂടെ ഇല്ല. ഞാൻ പലപ്പോഴും ദുബൈയിൽ പോകുമ്പോ അദ്ദേഹത്തെ അവിടെ കാണാറില്ല, അദ്ദേഹം നാട്ടിലായിരിക്കും. ഞാൻ പല പ്രാവശ്യം പ്രസംഗത്തിന് അവിടെ എത്തുമ്പോഴും ദുബൈ KMCCയുടെ പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ സാഹിബ് നാട്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരിക്കലും അങ്ങനെ കൂട്ടിയോജിച്ചിട്ടില്ല. അവിടെ അവസാനം അത് കൂട്ടിയോജിച്ചപ്പോ ഇവിടെ വെച്ചാൽ അപ്പോഴൊക്കെ ചോദിക്കുമ്പോ കടലിൽ കുളിക്കാൻ പോയി മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ മകന് വേണ്ടി അദ്ദേഹം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ദുബൈയിൽ അബുദാബി ഇസ്ലാമിക് സെന്ററിലൊക്കെ ധാരാളം ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ധാരാളമായി നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു ബന്ധത്തിന്റെ പേരിൽ പലപ്പോഴും ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ മകനെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ മരണമില്ല, അവിടെ ആധികളില്ല, അവിടെ വ്യാധികളില്ല, അവിടെ ശ്രദ്ധകളില്ല, അവിടെ വേദനകളില്ല, സ്വർഗത്തിൽ കണ്ണുനീരുകളില്ല, സ്വർഗത്തിൽ കട്ടപ്പാടുകളില്ല, സ്വർഗത്തിൽ പരാതികളില്ല, സ്വർഗത്തിൽ പരിമിതികളില്ല, സ്വർഗത്തിൽ പരിഭവങ്ങളില്ല, സ്വർഗത്തിൽ പരിതാപങ്ങളില്ല,
സ്വർഗത്തിൽ പതിവരില്ല. എല്ലാവരും പൂർണ്ണതൃപ്തരായി വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ. മനസ്സിൽ ആഗ്രഹിച്ചതും ജീവിതത്തിൽ കൊതിച്ചതും ഒരേപോലെ കൈവെള്ളയിലെത്തുന്ന മോഹങ്ങൾ പൂർത്തീകരിക്കുന്ന ലോകം അത് സ്വർഗമാണ്. അവിടെയാണ് നമ്മുടെ കാലാകാല ജീവിതം. ഫലാ ലഗുവൻ വലാ തഅസീമ ഫീഹാ വമാ ഫാഹു ബിഹി അബദൻ മുഖീമു. അവസാന കാലം വരെ ആ സ്വർഗത്തിൽ തന്നെ മക്കളെ, കുടുംബത്തെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ ഇന്നത്തെ വാർത്തകൾ എന്ന കൗതുകകരമായ വെറുതെ ഒന്ന് പറഞ്ഞ ആ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ന് സമകാലീന സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ, നാം അറിയാതെ പോകുന്ന വാർത്തകൾക്കിപ്പുറം സത്യങ്ങൾക്കപ്പുറം മിഥ്യകൾക്കിപ്പുറം സത്യവും മിഥ്യയും ചേർത്ത നിഴലുകളുടെ ഉള്ളിൽ മെല്ലെ പതുങ്ങി നടക്കുന്ന അർദ്ധസത്യങ്ങളെ സത്യങ്ങളാക്കുകയും ആ സത്യങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ അർദ്ധസത്യങ്ങളെ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സമകാലീന ലോകത്തിൽ നമ്മുടെ കണ്ണുകളുടെ മുമ്പിൽ നാം കാണുന്ന ചില ദുരവസ്ഥകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ച് ഞാൻ തുടങ്ങുകയാണ്. ബഹുമാന്യനായ സൗദി KMCCയുടെ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സാഹിബിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ പ്രൗഢഗംഭീരമായൊരു വാള് KMCCക്കാരും വാള് പറയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഈ വാള് കൊണ്ടായ വലിയൊരു പ്രത്യേകത. ഞാൻ അവിടെ നിന്ന് വലിയ അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു. നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഇത് മലബാറിൽ മാത്രം കാണുന്നൊരു പ്രത്യേകതയാണ്. മലബാറിൽ ഈ തൃശൂർ ജില്ല കഴിഞ്ഞ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലേക്ക് പോയാൽ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ ഒരു നാടൻ കാക്ക അത്യാവശ്യം 10 മുയിനെങ്കിലും ഓതിയിട്ടുണ്ടാവും. അത്യാവശ്യം ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനം അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഏത് സദസ്സുകളിലും ഇത്രയും തന്മയത്വത്തോടെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയുന്നത്. അള്ളാഹു അദ്ദേഹത്തിനുമൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ആമുഖമായി എനിക്ക് പറയാനുള്ളത്, പുത്തൂർ റഹ്മാൻ സാഹിബിനെ പോലെയൊക്കെയുള്ള അദ്ദേഹം വളരെ പ്രൗഢഗംഭീരമായി സമസ്തയുടെ സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു എന്ന് വളരെ വികാര തീവ്രമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാനൊരു വളരെ ഒരു പച്ച സത്യം പറയാ, ഞാൻ ദുബൈയിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും പറയും നല്ല സലഫി ചിന്താഗതിയുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാ പറയാം, ഒരാൾ ഇരുത്തിക്കൊണ്ടല്ല പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം വളരെ സന്തോഷകരമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നു പോകുന്ന പണ്ഡിതനോട് തന്റെ നാവിന്റെ ഒരു കെട്ടുമാറാൻ പറഞ്ഞപ്പോ നിന്റെ പിതാവ് തൊട്ടാൽ മതി എന്ന ഏറ്റവും വലിയ ഒരു സുന്നീയത്തിന്റെ അടിസ്ഥാനം അദ്ദേഹം പറയുമ്പോ ഞാൻ അത്ഭുതത്തോടെ കേട്ടു നിൽക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മുടെ യഥാർത്ഥ പാതയിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ പുത്തൂർ റഹ്മാൻ സാഹിബ് അടക്കമുള്ള ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ജനാവലിയോടും ആദ്യം ആമുഖമായി എനിക്കൊരു കാര്യം പറയാണ്. സമയം വളരെയേറെ വൈകി. ഇതിന്റെ ഇടയിൽ സാദിഖലി തങ്ങൾ വരും. അപ്പോൾ നമുക്ക് പ്രസംഗം നിർത്തി മഹാനവറുകളെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഒരു സദസ്സ് നമ്മൾ സാധാരണ കൊണ്ടുപോകുന്ന ഒരു ക്രമീകരണത്തിൽ പോകാൻ കഴിയില്ല. സമയം വളരെയേറെ വൈകി. ഒത്തിരി വൈകാനും കഴിയില്ല. ഞാനിന്ന് വീട്ടിൽ പോണ ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇസ്ലാമിക് സെന്ററിന്റെ 4 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഇടയിൽ ഞാൻ ആദ്യം ഇത് ഓർമ്മിപ്പിക്കുന്നു, പിന്നീട് പ്രസംഗം വരുമ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അവരുടെ ഒരു ചിരകാല അഭിലാഷം ഈ സദസ്സിലുണ്ട്. ഈ നാട്ടിൽ അൽഹംദുലില്ലാ ഇസ്ലാമിക് സെന്ററിന്റെ ഒരു ആസ്ഥാനമായി അതിനോടുകൂടി ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങണം എന്നവർക്കൊരു വലിയ ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, 1 ലക്ഷവും 2 ലക്ഷവും 10 ലക്ഷവും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തരണമെന്നല്ല, തരാൻ കഴിയുന്നവർക്ക് തരിക. സാമ്പത്തിക മാന്യമാണെന്നൊക്കെ എല്ലായിടത്തും പറയുന്നെങ്കിലും മിനിങ്ങാന്ന് വടകരയിൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ 50 ലക്ഷം രൂപ വിരിച്ചു. 5 മിനിറ്റ് 5 ലക്ഷം രൂപ വെച്ച് 10 പേര് പറയാന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് 10 പേര് പറയും. 50 ലക്ഷം രൂപ, പിറ്റേ ദിവസം 1 കോടി രൂപ, 2 ദിവസം കൊണ്ട് 1.5 കോടി രൂപ കിട്ടി. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, സാമ്പത്തിക മാന്യം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ മനസ്സിനോട് പറഞ്ഞാൽ, മനസ്സ് താല്പര്യപ്പെട്ടാൽ കൊടുക്കാൻ കഴിയുന്നവരാണ് നമ്മൾ. എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ ഈ സദസ്സ് അവസാനിക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹിഫ്ളുൽ ഖുർആനിന് വേണ്ടി ബഹുമാനപ്പെട്ട പുത്തൂർ റഹ്മാൻ സാഹിബ് പറഞ്ഞു, നമ്മുടെ മക്കളോടൊക്കെ ഞാൻ വസിയത്ത് ചെയ്തു, ഇത് മക്കൾക്ക് കൊടുക്കണം, ഇത് വീതിച്ചു കൊടുക്കണം. നമ്മൾ ഓരോ മരണശയ്യിലും നമ്മൾ വസിയത്ത് ചെയ്യാറുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ കോളേജിലിരിക്കുമ്പോൾ എന്നെ കാണാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി ഒരു ഉമ്മയും ഒരു മകളും, ഒരു ഉമ്മയും അവരുടെ ഉമ്മയും കൂടി കാണാൻ വന്നു. 2 മണിക്ക് അവരെന്റെ റൂമിൽ വന്നു. ഉസ്താദെ കാണാൻ വേണ്ടി വന്നതാണ്. കയ്യിൽ ഒരു 6666 ചുരുട്ടി പിടിച്ചിട്ടുണ്ട്.
ആ ഉമ്മ എന്നോട് പറഞ്ഞ വാക്ക്, 2 കിഡ്നിയും തകരാറിലാണ്, ഡയാലിസിസ് ചെയ്യണമെന്ന് ഡോക്ടർ ഇന്നലെ പറഞ്ഞു. ഉസ്താദിനെ കണ്ടൊന്ന് സദസ്സിൽ ദുആ ചെയ്യിപ്പിക്കാൻ, ഹിഫ്ള് മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ വന്നതാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കിഡ്നി തകരാറിലായത്? പ്രഷർ കൂടിയതാണോ, ഷുഗർ ഉണ്ടോ, എന്താ പ്രശ്നം? അവര് പറഞ്ഞ മറുപടി ഞാൻ എന്റെ ജീവിതത്തിൽ എന്നെ ഇന്ന് വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ച കാര്യമാണ്. ഞാൻ തുറന്നു പറഞ്ഞാൽ ഇന്ന് ഞാൻ വീട്ടിൽ പോകേണ്ട ദിവസമല്ല, നാളെ എനിക്ക് കോട്ടയത്ത് പ്രസംഗം കൊണ്ട്, അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകേണ്ടത്. പക്ഷെ ഇന്ന് ഞാൻ വീട്ടിൽ പോകാൻ തീരുമാനിച്ച് എനിക്ക് പെട്ടെന്ന് മക്കളെ കാണണമെന്ന് തോന്നിയതുകൊണ്ട് ഇനി വീട്ടിൽ പോയിട്ട് കൊല്ലത്ത് പോയിട്ട് നാളെ കോട്ടയത്ത് പ്രസംഗത്തിൽ വരും. അത് കേട്ടതോടുകൂടി ഞാൻ അങ്ങാകെ അപ്സെറ്റായി പോയി. അവര് പറഞ്ഞത്, ഉസ്താദേ, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. ഞാനും എന്റെ ഭർത്താവും ആഗ്രഹത്തോടെ വളർത്തിയ എന്റെ പൊന്നുമോൾ ഞങ്ങളുടെ ജീവിതം മുഴുവനും അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. പക്ഷേ വിവാഹപ്രായമെത്തി വിവാഹത്തിന്റെ തലേ ദിവസം അവൾ തൊട്ടടുത്തുള്ള ഹൈന്ദവ ചെറുപ്പക്കാരന്റെ കൂടെ അവൾ ഒളിച്ചോടി. അന്ന് ഉമ്മയ്ക്ക് കൂടിയ പ്രഷറാണ്. ആ മകളെ ഓർത്ത് ഇന്ന് വർഷം 13 കഴിയുന്നു. അവൾക്ക് 2 മക്കളായി. പക്ഷേ ഇന്നും ആ ഉമ്മ ഒളിച്ചോടിയ തന്റെ മകളെ ഓർത്ത് ചിന്തിച്ച് ചിന്തിച്ച് പ്രഷർ കൂറി അതവരുടെ കിഡ്നിയെ ബാധിച്ച് ഉമ്മ ഇപ്പോൾ ഡയാലിസിസിന് വിധേയമാവാൻ പോവാം. ഒരു ജന്മം മുഴുവനും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുലപ്പാല് കൊടുത്ത് ഊട്ടി വളർത്തിയ, നാളെ താൻ മരിക്കുമ്പോൾ തന്റെ ഖബറിന്റെ ചാരത്തൊരു കണ്ണുനീരായി ദുആയായി പടന്നു കയറുമെന്ന് കരുതിയ ഒരു മകൾ കട്ടപ്പാടോടെ വളർത്തിയ ആ ഉമ്മയ്ക്ക് സമ്മാനിച്ചത് മകൾ അന്യ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ച്. ഇന്നത്തെ വാർത്തകൾ ഇത് തന്നെ. ഇത് നാളത്തെ വാർത്തയല്ല, ഇതാണ് ഇന്നത്തെ വാർത്ത. ഞാൻ പറയുന്ന വിഷയവും ഇത് തന്നെ. ആ മകൾ ഉമ്മയ്ക്ക് കൊടുത്തത് 2 കിഡ്നിയും തകരാറിലായി ഡയാലിസിസിലേക്ക് കടന്നു പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ആ വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതവസ്ഥയിലാണ് നമുക്ക് നാളെ തിരിഞ്ഞു കിട്ടുന്നതെന്ന് അറിയില്ല. മരിച്ചിട്ട് മലന്ന് കിടക്കുമ്പോൾ പുറകിൽ വന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ആ ഉമ്മ എന്നോട് പറഞ്ഞത്, ഉസ്താദേ ബാക്കബി നിങ്ങൾ ദുആ ചെയ്യണം. എന്തിനാണെന്നറിയോ? ആ ഉമ്മ പറഞ്ഞ എന്റെ ഡയാലിസിസ് മുടങ്ങാനല്ല, എന്റെ വൃക്ക ശരിയാവാനല്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൾ എന്റെ മുമ്പിൽ വന്ന് 13 വർഷം മുമ്പ് അവർ എന്നെ വിളിച്ച ഒരേ ഒരു വാക്ക് ഉമ്മ എന്നവൾ എന്റെ മുമ്പിൽ ഒന്ന് വന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ ഒരു 6666 നേർച്ചയാക്കിയിട്ടുണ്ട്. ആ ഉമ്മയുടെ ആഗ്രഹം കിഡ്നി തകരാറിലായത് ഭേദമാകാനല്ല, കുറെ നാളുകൾക്ക് മുമ്പ് കേട്ട ആ ഒരു 2 അക്ഷരം ഉമ്മ എന്നൊന്ന് വിളിക്കാൻ ആഗ്രഹത്തോടെ വന്ന ഒരു ഉമ്മയെ ഞാൻ എന്ത് കണ്ടു എന്റെ സ്ഥാപനത്തിന്റെ മുമ്പിൽ. എന്റെ സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് വേണ്ടി നാം ബാക്കി വെക്കുന്നവരൊക്കെ ഒരു വസിയത്ത് എഴുതാൻ പറ്റി എന്ന് പുത്തൂർ റഹ്മാൻ സാഹിബ് പറയുമ്പോഴും അള്ള പറയുന്നു, ചില മരണങ്ങളുണ്ട്, ഒരു വസിയത്ത് എഴുതി വെക്കാൻ പോലും നിങ്ങൾക്ക് സമയം കിട്ടിയില്ല. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു മടക്കവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. ആകസ്മികമായി അസന്നമായ മരണം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ, സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ, നാളെ നാം മരിച്ചാലും ഇസ്ലാമിക് സെന്ററിൽ അവിടെ ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങിയാൽ അവിടെ ഇരുന്ന ഹാഫിളീങ്ങളായ മക്കൾ 24 മണിക്കൂർ ഖുർആൻ ഓതുമ്പോ അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തവർക്ക് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ സദഖ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് 50 സെന്റ് പറയണമെങ്കിൽ അതിൽ 1 സെന്റ് ഇൻഷാ അല്ലാഹ് ഹിഫ്ളുൽ ഖുർആന് വേണ്ടി ഞാൻ കൊടുക്കുക. അതിന്റെ വില അതല്ല 10 സെന്റ് ആണെങ്കിൽ അതിൽ നിന്ന് 1 സെന്റ്, അതല്ല ഈ മനുഷ്യ മഹാസാഗരത്തിൽ ഒരുമിച്ച് കൂടി ആർക്കെങ്കിലും ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിലുള്ള ഒരു 10 സെന്റ്, ഒരു 20 സെന്റ്, ഒരു 5 സെന്റ്, ഒരു 50 സെന്റ് ഹിഫ്ളുൽ ഖുർആന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ ആ സ്ഥലം കൊടുക്കാം. ഈ വില്ലൂരിൽ എവിടെയെങ്കിലുമുള്ള ഒരു സ്ഥലം, ആ സ്ഥലം ഞാൻ കൊടുക്കാം എനിക്ക് വേണ്ടി. ധാരാളം ഉമ്മമാർ ഞാനിത് പറയുന്നത് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതിന് തയ്യാറെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വാണിയമ്പലത്ത് പ്രസംഗം നടത്തി. സാദിഖ് അലി തങ്ങളാണ് ഉദ്ഘാടകൻ. ഞാൻ ചോദിച്ചു, ഹിഫ്ളുൽ ഖുർആന് വേണ്ടി ആരാ ഒരുത്തിരി സ്ഥലം തരിക? ഒരു ഉമ്മയാണ് പറഞ്ഞത് 50 സെന്റ് ഞാൻ തന്നേക്കാം. അത് കേട്ട വേറൊരു ഉമ്മ പറഞ്ഞു 30 സെന്റ് എന്റെ വക തന്നേക്കാം. അവര് മുഴുവനും ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം. അത് കഴിഞ്ഞ ഉമ്മ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ മരിച്ച എന്റെ മക്കൾ ദുആ ചെയ്യുന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഞാൻ കൊടുത്ത 50 സെന്റിൽ ഈ ഹാഫിളീങ്ങൾ ഖിയാമത്ത് നാൾ വരെ എന്റെ ഖബറിലേക്ക് ഒരു ദുആ കിട്ടണമെന്ന് ആഗ്രഹത്തോടെ തന്ന 2 ഉമ്മമാർ ഇൻഷാ അല്ലാഹ് മെയ് 10-ാം തീയതി ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങുകയാണ്. അള്ളാഹു ഒരു കർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സന്തോഷത്തോടെ ഉമ്മമാരോ ഉപ്പമാരോ ആരെങ്കിലും ഇതുപോലൊരു ചാൻസിന് മുമ്പിൽ കിട്ടില്ല. എന്റെ ഒരു സ്ഥലം, അത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, ഹിഫ്ളുൽ ഖുർആന് വേണ്ടി ഞാൻ കൊടുക്കാം. ഈസ്റ്റ് വില്ലൂരിൽ ആർക്കെങ്കിലും ഒരു 50 സെന്റ് ഉണ്ടെങ്കിൽ, ഒരു 25 സെന്റ് ഉണ്ടെങ്കിൽ, ഇതുപോലെ വിശാലമായ സ്ഥലം കിടപ്പുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഹിഫ്ളുൽ ഖുർആന് വിട്ടുകൊടുക്കീൻ. നിങ്ങളുടെ ഭൂമിയിൽ അവർ സ്ഥാപനം തുടങ്ങും. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭൂതിയാവും. ദാ കിടക്കുന്നുണ്ട്, ബഹദൂർ പോയി
പോകുന്ന വഴിയിൽ തന്നെയുണ്ട് ഈ വാപ്പൂട്ടി ഹാജി മെമ്മോറിയൽ ലൈബ്രറി. ആരായിരുന്നു വാപ്പൂട്ടി ഹാജി? ഇതുപോലൊരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ജനിച്ച വാപ്പൂട്ടി ഹാജി ഇന്ന് ദാറുൽ ഹുദയിൽ 10,000-കണക്കിന് ആലിമീങ്ങളുടെ ദുആ ഏറ്റുവാങ്ങിയ മനുഷ്യൻ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ദാറുൽ ഹുദയിലെ ആലിമീങ്ങളും ഹാഫിളുകളും 5 വഖത്ത് നിസ്കരിച്ചിട്ടിറങ്ങുമ്പോഴും വാപ്പൂട്ടി ഹാജിയുടെ ഖബറിന്റെ അടുക്കൽ ദുആ ചെയ്യും. ഇനി അതിന്റെ ചാരത്ത് അവരുടെ സൈനുൽ ഉലമയുമുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളോട് മരിച്ചാൽ നിങ്ങളുടെ ഖബറിലേക്ക് ദുആ ചെയ്യാൻ കുറെ ഹാഫിളീങ്ങളായ മക്കളെ ഇരുത്താൻ ഇൻഷാ അല്ലാഹ് സംഘാടകരൊക്കെ ഉണ്ട്. ഉസ്താദിനോട് പറയണം, ഇന്ന ആൾ 10 സെന്റ് 20 സെന്റ് നിങ്ങളുടെ കയ്യിലുള്ളതിന്റെ 1 സെന്റ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. മോനെ വോളണ്ടിയേഴ്സിന് ഒന്ന് പറഞ്ഞു വിട്ടേക്കണം അങ്ങോട്ട്. കുറച്ചുപേരെ സന്തോഷത്തോടെ പേരെഴുതി ഈ മഹാസംരംഭത്തിന് ഹിഫ്ളുൽ ഖുർആൻ ഹാഫിളീങ്ങൾക്ക് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. ഈ സദസ്സിൽ വെച്ച് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു നന്മ വേറെയില്ല. അതിനാരാണോ ആദ്യത്തെ ഭാഗ്യവാന്മാർ ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് തന്നെ എന്റെ സമ്പത്തിൽ നിന്ന് ഇത്ര സെന്റ് അല്ലെങ്കിൽ എത്രയാണ് ഇപ്പൊ 5 ലക്ഷം 10 ലക്ഷം എത്രയാകട്ടെ അതിലേക്ക് കടന്നു വരണം എന്ന് ഓർമ്മിപ്പിച്ച് ഞാനിത് ആദ്യം തന്നെ പറഞ്ഞത്. തങ്ങൾ വരുമ്പോ പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇപ്പോഴേ എഴുതി സാദിഖലി തങ്ങൾ വരുമ്പോ തങ്ങളുടെ നാവ് കൊണ്ട് നമുക്കത് പ്രഖ്യാപിക്കും. തങ്ങൾ വരുമ്പോ ആരെങ്കിലും തയ്യാറാകണം അതിനു വേണ്ടി. ഞാൻ വോളണ്ടിയേഴ്സിന് ഞങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമയം വളരെയേറെ കഴിഞ്ഞു, മണി 10. ഈ വിഷയത്തിന് നമ്മൾ പേരിട്ടത് ഇന്നത്തെ വാർത്തകൾ എന്നാണ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ പത്രം മുഴുവൻ നോക്കുക, പടച്ചോൻ ഇന്നത്തെ വാർത്ത എന്ത് പറയും. ഇന്നത്തെ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇന്നുകളുടെ വാർത്തകളാകണമല്ലോ. അങ്ങനെ അത്ഭുതത്തോടെ നോക്കുമ്പോഴാണ് വാർത്ത കണ്ടത്. വാർത്ത മറ്റൊന്നുമല്ല, സ്വീഡനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയം മറ്റൊന്നുമല്ല, വിദ്യാഭ്യാസ സംവരണത്തിനല്ല, ദളിതരുടെ അവകാശത്തിനല്ല. സ്വീഡനിലെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗം പ്രമേയം പാസാക്കിയത് അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. പുത്തൂർ റഹ്മാൻ സാഹിബ് അതിലേക്ക് ഒരു വലിയ സംഖ്യ അദ്ദേഹം അതിനുവേണ്ടി നൽകാമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മകന്റെ ഖബറിടത്തിലേക്ക് അതിന്റെ പരിപൂർണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. ആ യുവജന വിഭാഗം പ്രമേയം പാസാക്കിയത് മറ്റൊന്നുമല്ല, 15 വയസ്സ് പ്രായപൂർത്തിയായ സഹോദരങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിന് പരസ്യമായി അനുമതി നൽകണമെന്നും. നിങ്ങളിത് കേട്ടാൽ ചിലപ്പോൾ അത്ഭുതത്തോടെ നിങ്ങൾ ചോദിച്ചു പോകും, ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമോ എന്ന്. നമ്മുടെ മറുഭാഗത്ത് കടലിനക്കരെ നടക്കുന്ന ധാർമ്മികമായ അധപതനത്തിന്റെ കഥ നോക്കുമ്പോ 15 വയസ്സ് പൂർത്തിയായ സഹോദരങ്ങൾ തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിന് അനുമതി നൽകണമെന്നും മൃതദേഹത്തോടുള്ള രതി ബന്ധങ്ങൾക്ക് അനുവാദം നൽകണമെന്നുള്ള പ്രമേയം ഇന്ന് സ്വീഡനിൽ പാസാക്കപ്പെട്ടു. എന്താ നമ്മൾ കേട്ടത്? ജീവനുള്ള ശരീരത്തോടല്ല, മൃതദേഹത്തോട് മരണപ്പെട്ടു പോയ മൃതദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്റെ മൃതദേഹത്തിൽ ലൈംഗിക ബന്ധം നടത്താമെന്ന് വസിയത്ത് ചെയ്താൽ, ആ മൃതദേഹത്തോട് ലൈംഗിക ബന്ധം സുന്ദരിയായ ഒരു പെൺകുട്ടി മരിച്ചുപോയാൽ ആ മരിച്ചുപോയ പെണ്ണിന്റെ മൃതശരീരത്തോട് ലൈംഗിക ബന്ധം പുലർത്താൻ അനുവാദം കൊടുക്കുന്ന രീതിയിൽ സ്വീഡന്റെ പാർലമെന്റിൽ പ്രമേയം പാസാക്കണമെന്ന് അവിടെ ആവശ്യപ്പെട്ടത് ഹിപ്പികളല്ല, ഹിജടകളല്ല, ഭിന്നശേഷിക്കാരല്ല. അവിടെ അവർ പ്രമേയം പാസാക്കി കൊടുത്തത് അവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ സുസ്ഥിര സംവിധാനത്തിന്റെ യുവജന പ്രമേയമാണ് ആകുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതേപടി ആലോചിച്ച് പടച്ചവനെ, ഇത് സ്വീഡനിലാണല്ലോ, നമ്മളൊക്കെ വളരെ സുരക്ഷിതരാണല്ലോ, അവർക്ക് തോന്നിയ ഒരു വലിയ സാമൂഹിക ദുരാചാരമെന്ന് കരുതിയപ്പോ ആ സമയത്താണ് നമ്മുടെ വെളിപ്പാടകരെ
തമിഴ്നാട്ടിൽ ഇന്നലെ വൈകുന്നേരം ഒരു വലിയ പ്രകടനം നടത്തിയത്രേ. ആരാ പ്രകടനം നടത്തിയതെന്നറിയോ? ആ പ്രകടനം നടത്തിയത് തമിഴ്നാട്ടിലെ മദ്രാസിലെയും തഞ്ചാവൂരിലെയും അങ്ങകലെയുള്ള വ്യാപാരികളുടെ സുഖകേന്ദ്രങ്ങളിൽ ശരീരം വിൽക്കുന്ന വേശ്യകൾ പ്രകടനം നടത്തി. എന്താണെന്നറിയോ? ഓരോ ബസ് സ്റ്റാൻഡുകളിലും അവരവർക്ക് വേണ്ടി പ്രത്യേകമായ സ്ഥലം തന്നെ കൊടുക്കണം. കാരണം അവർക്ക് ഒരുമിച്ചുകൂടാൻ, പാതിരാ സമയത്ത് ജോലി കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടിയിരിക്കാൻ ഓരോ ബസ് സ്റ്റാൻഡുകളിലും ഓരോ ടൗണുകളിലും പച്ചമാംസം വിൽക്കുന്ന വേശ്യകൾക്ക് പ്രത്യേകമായ ഇരിപ്പിടം അനുവദിക്കണമെന്ന്. ബസ് സ്റ്റാൻഡുകൾ വികലാംഗർക്ക് ഇരിപ്പിടമുള്ളതുപോലെ, അശരണർക്ക് ഇരിപ്പിടമുള്ളതുപോലെ, സ്ത്രീകൾക്ക് ഇരിപ്പിടമുള്ളതുപോലെ ലോകത്തിന്റെ ഏറ്റവും വലിയ സാമൂഹിക തിന്മയും ദുരാചാരവുമായ വേശ്യാവൃത്തിക്ക് പോകുന്ന വേശ്യകൾക്ക് ഇരിപ്പിടം വേണമെന്ന് പട്ടാപ്പകളിൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലൂടെ ലൈംഗിക തൊഴിലാളികൾ പരസ്യമായി പ്രഖ്യാപനം നടത്തുന്ന, അല്ല പ്രകടനം നടത്തുന്ന, അധപ്പതനത്തിന് അധമഭാവ തലങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന വൃത്തികേടുകളുടെ കൂത്തരങ്ങളായി നമ്മുടെ അയൽപക്കത്ത് പോലും ഇതെത്തി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടേക്കാണ് ഈ സമൂഹം പോകുന്നതെന്നറിയില്ല. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു യുവജന സംഘടനയുടെ പ്രമേയം. രണ്ടാമത് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഒരു വിഭാഗം ആളുകളുടെ ആവശ്യങ്ങൾ. ഇങ്ങനെ ലോകം മുഴുവനും ഞെട്ടിത്തെറിക്കുന്ന വാർത്തകളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ ജന്മം നൽകിയ അമ്മയെന്ന് ഉറക്ക വിളിച്ച ഉമ്മയെന്നുള്ള രണ്ടക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പതായി എന്ന് ലോകത്തോട് പറഞ്ഞ ഒരു അവസ്ഥയിൽ അമ്മയോട് പോലും ലൈംഗിക ബന്ധം കാണിക്കുന്ന, അമ്മയെ പോലും അടിച്ചമർത്തുന്ന, മരിച്ചു കിടക്കുന്ന അമ്മയുടെ മാറിടത്തിൽ പോലും ലൈംഗികത്തിന്റെ വൈകൃതകൾ കാണിക്കുന്ന 14 വയസ്സുകാരന്റെ ലൈംഗിക വൈകൃതത്തിലേക്ക് ഈ നാട് അധപ്പതനത്തിന് അധമഭാവ തലങ്ങളിലേക്ക് കൂപ്പുകുത്തി പോകുമ്പോ കഴിഞ്ഞ ആഴ്ച വയനാട് കേട്ട വാർത്ത, ഞാൻ വാർത്തകൾ മാത്രം പറയുന്നില്ല, കഴിഞ്ഞ ആഴ്ച വയനാട് നമ്മൾ കേട്ട വാർത്ത, ഒരു 14 വയസ്സുകാരൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്റെ അമ്മയുടെ അമ്മയെ ഹാമർ കൊണ്ട് തലയിലടിച്ച് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന്. ആ 14 വയസ്സുകാരൻ അമ്മയുടെ വീട്ടിൽ വന്നപ്പോ പാതിരാ സമയത്ത് അവൻ കുറച്ച് തടിപ്പ് വലിപ്പമുള്ളൊരു ബീഡി വലിക്കുന്നത് കണ്ടപ്പോ അത് കഞ്ചാവാണ് എന്ന് അമ്മൂമ്മ തിരിച്ചറിഞ്ഞപ്പോ ആ അമ്മയെ ഹാമർ കൊണ്ട് ചുറ്റികക്കടിച്ച് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ കഞ്ചാവ് വലിക്കാൻ പൈസ കിട്ടാത്തത് കൊണ്ട് അമ്മൂമ്മയുടെ കഴുത്തിലെ കിടക്കുന്ന സ്വർണ്ണമാല അപകരിക്കാൻ ചുറ്റിക കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റിക കൊണ്ടടിച്ച് വയനാടിന്റെ മലക്കാടുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട അവസാനം പ്രതി അറസ്റ്റ് ചെയ്തപ്പോ ആ പ്രതി അവിടുത്തെ കള്ളുകച്ചവടക്കാരനല്ല, അവിടുത്തെ നൊട്ടോറിയസ് ക്രിമിനലല്ല, അവിടുത്തെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധനല്ല. അവരുടെ മാറിടത്തിൽ പിറന്നു വീണ അവരുടെ മകൾ ജന്മം കൊടുത്ത 14 വയസ്സുകാരനാണ് പ്രതി എന്നറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ധകാര നിബിഡമായ ലോകത്തിന്റെ സംസ്കാരത്തിന് ധാർമ്മികതയുടെ വെളിച്ചം നൽകാൻ വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ നല്ല ആളുകൾ തന്നെ, നിങ്ങൾ വാദം വന്നിരിക്കുന്ന ആളുകൾ തന്നെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇതാണ് ഇന്നത്തെ വാർത്ത. ഇന്നത്തെ വാർത്തകളിന് പിന്നെ അപ്പുറത്തോട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് ഇന്നത്തെ വാർത്തകൾ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊള്ള നല്ല ഫാൻ. ഇട്ടികക്കളത്തിൽ അടയ്ക്കാ കൂടി വിട്ട മാതിരിയായി. ഉറക്കെ എല്ലാവരും ഒന്ന് സലാത്ത് നാലെ വാളൊക്കെ ഉഷാറാവുകൾ. ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാൾ അടുപ്പതിലേക്ക് ആരാധകത്വത്തിലേക്ക് കടന്നുപോയൊരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാ, സഹാബാ കൈഫ അൻതും ഇദാ തഗാ നിസാഉകും വഫസക ശബാബുകും. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ ഈ ലോകത്തിന്റെ അവസാനം പൂർണ്ണമാകുമ്പോ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കാനുള്ള സാഹചര്യം എടുക്കുമ്പോ ഖിയാമത്ത് നാളിന്റെ അടയാളത്തെ
ലോകത്തിന്റെ മുമ്പിൽ വിവരിച്ചു കൊടുക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, സഹാബാ ഇദാ തഗാനിസാഉകും, ലോകാവസാനത്തിന്റെ തൊട്ടടുത്ത് വരുന്ന സമൂഹത്തിലെ പെണ്ണുങ്ങൾ മുഴുവനും ആ പെണ്ണുങ്ങളെങ്ങാനും അഹങ്കാരികളായി മാറിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയാ, ഇദാ തഗാനിസാഉകും, ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ അഹങ്കാരികളായി മാറിയാൽ, ഇവിടെ പ്രവാചകൻ ഉപയോഗിച്ച പദം തക എന്ന പദമാണ്. ആ പദം അല്ലാഹുവിന്റെ ഖുർആൻ ഉപയോഗിച്ചത് ആരെ കുറിച്ചെന്നറിയോ? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, സാക്ഷാൽ അഹങ്കാരത്തിന്റെ പ്രതീകമായ ഫറോവയെ കുറിച്ച് അധികാരവും സമ്പത്തും തന്നെ അടുക്കലേക്ക് വന്ന് കുമിഞ്ഞുകൂടിയപ്പോ ഏകനായ അള്ളാഹുവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഭൂമി ലോകത്ത് സ്വർഗം കെട്ടിപ്പടുക്കാൻ കാരണം ചെയ്ത സാക്ഷാൽ ഫറോവയെ കുറിച്ച് പരാമർശിക്കുമ്പോഴാ അള്ളാഹുവിന്റെ ഖുർആൻ തഗ എന്ന പദം ഉപയോഗിച്ചത്. അള്ളാഹുവിന്റെ റസൂല് പറയാ, ആ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് സാമ്പത്തികമെന്ന് കുമിഞ്ഞുകൂടുമ്പോ ഗൾഫ് രാഷ്ട്രത്തിന്റെ പെട്ടോടോണ്ട് ഉച്ചത്ത് മുഴുവനും ജീവിതത്തിലോട്ട് കടന്നു വന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു പോയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ മറന്നു സാമ്പത്തികമായി മുസ്ലിം സമൂഹം ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരുമ്പോ ആ സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടിയാൽ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ അഹങ്കാരിയാകും സഹാബ. ഈ ലോകത്തിന്റെ അധപ്പതനത്തെ കുറിച്ച് പറയുമ്പോ, ഈ ലോകത്തിന്റെ ധാർമ്മികമായ മൂല്യച്യുതികളെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യമായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് പെണ്ണിനെ കുറിച്ചാ, ആദ്യമായി പറഞ്ഞത് സ്ത്രീയെ കുറിച്ചാ. സാമ്പത്തികമായ സംവിധാനങ്ങൾ അധികരിച്ചു കഴിയുമ്പോ അവര് മുഴുവനും അഹങ്കാരികളായി മാറുമ്പോ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ, പ്രവാചകനെ മനസ്സിലാക്കാതെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണെന്നുള്ള ബോധമില്ലാതെ അവരെല്ലാം അഹങ്കാരികളായി മാറിയാ. എന്നിട്ട് നിബിധങ്ങൾ പറയുകയാ, അതേ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ യുവാക്കൾ പാപത്തിന്റെ അടിമകളാകുമ്പോ എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും പാപങ്ങൾ മാത്രം ചെയ്യുന്ന, പാപത്തിന്റെ അധപ്പതനത്തിന്റെ അനാവശ്യത്തിന്റെയും അശ്ലീലത്തിന്റെയും നടുവിലൂടെ ഈ സമൂഹത്തിന്റെ യുവാക്കൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ എന്റെ പ്രിയപ്പെട്ട സഹാബാ, ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താ? ഇത് കേട്ട മഹാനായ അലി റളിയല്ലാഹു തആല നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖായിന ദാലിക യാ റസൂലല്ലാഹ്, നബിയെ ഇങ്ങനെ ഒരു കാലഘട്ടം ഇസ്ലാമിക സമൂഹത്തിന് വരുമോ? ആരാ ചോദിക്കുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. ഈ ഭൂമിയിലെങ്ങാനും ഒരു തുള്ളി മദ്യം വീടുകയും ആ മദ്യത്തിൽ നിന്നൊരു പച്ചില മുളച്ചു വരികയും ആ മുളച്ചു വരുന്ന പച്ചില ഒരു ആട് ഭക്ഷണമായിട്ട് പിന്നെ ആമാശയത്തിലേക്ക് കടന്നു ചെന്നു ആ ആടിന്റെ വകട്ടിലൂടെ വരുന്ന പാല് കൊടുക്കാൻ അലിയിനിട്ടമല്ല. മദ്യത്തിൽ നിന്ന് മുളച്ചു വന്ന പുല്ല് കടിച്ച ആടിന്റെ ആമാശയത്തിലൂടെ വന്ന് അതിന്റെ ശരീരത്തിലൂടെ വന്ന പാല് പോലും ഹറാമാ, അത് കൊടുക്കുന്നതിന് കിട്ടുമല്ലെന്ന് മദ്യത്തിനോട് രാജിയില്ലാത്ത സമരം നടത്തിയ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സഹാബത്ത് ചോദിച്ചു, നബിയേ അഖായിനുന ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു അവസ്ഥ വരുമോ നബിയേ? ഈ സമൂഹത്തിന്റെ സ്ത്രീകളും യുവാക്കളും ഒരുപോലെ വഴിപെടുക്കുമോ യാ റസൂലല്ലാഹ്? ആ സമയത്ത് ആശങ്കയോടെ ആകുലതയോടെ ഈ സമൂഹത്തിന്റെ ചിന്തകളെ കുറിച്ച് തന്നോട് ചോദിച്ച സഹാബത്തിനോട് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലിയേ ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല, ഫസയകൂനു അശദ്ദ മിൻഹു, ഇതിനേക്കാൾ അധപ്പതിച്ച ഒരു കാലഘട്ടമാ. അവര് പാപം ചെയ്യുന്നവര് മാത്രമല്ല ഇതിനേക്കാൾ അധപ്പതിച്ച ഒരു സമൂഹമാണ് വരുന്നതെന്ന് ജന്മം നൽകിയ മാതാവിന്റെ കരുത്തിലേക്ക് കുത്തിപ്പിടിച്ചുണ്ട്. ആ മാതാവ് മരണത്തിലോട്ട് കടന്നു പോകുമ്പോ മരിച്ചിട്ടും മലന്ന് കിടക്കുന്ന മാതാവിന്റെ ശരീരത്തിൽ പോലും ലൈംഗികമായ വൈകൃതങ്ങൾ കാണിക്കുന്ന 14 വയസ്സുകാരന്റെ കാലത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ സമുദായത്തിന്റെ പിശാചുക്കളായി ഇതിന്റെ യുവതീവാക്കൾ മാറിപ്പോകുമ്പോ അവരധാർമികമായ സ്ഥലങ്ങളിലോട്ട് കടന്നു പോകുമ്പോ ഇതൊക്കെ ഓരോന്നിന്റെ അടയാളമായി അവസാനിക്കാൻ പോകുന്ന ഈ പ്രപഞ്ചത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോട് കൊടുക്കുകയാ. ഇദ ശംസു കുവിറത് വൈദൻ നുജൂമുൻ കദറത് വൈദൽ ജിബാലു സുയിറത് വൈദൽ ഇശാറു കിറത് വൈദൽ ബിഹാറു ഫുജ്ജിറത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ ലോകം അവസാനിക്കുമ്പോ ഖിയാമത്ത് നാൾ ആഗതമാകുമ്പോ ഇദശംസുകുവിറത്ത് സൂര്യനെ ചുരുട്ടപ്പെടുമത്രേ, ഈ ഭൂമി തവളമായി പൊടിക്കപ്പെടുമത്രേ. വൈദൽ ബിഹാറു ഫുജ്ജിറത് സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്ന് സമുദ്രം വഴി മാറിക്കൊടുക്കുമത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇപ്പോൾ ഈ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് സമുദ്രതലമെങ്ങാനും 2 അടി കൂടി മുകളിലേക്ക് പൊന്തിയാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സമതലത്തിൽ നിന്ന്, ഈ സമുദ്രനിരപ്പിൽ നിന്ന് 2 അടി എങ്ങാനും പസഫിക്കിന്റെയോ അറ്റ്ലാന്റിക്കിന്റെയോ സമുദ്രനിരപ്പിലേക്ക് ജലം കൂടിയാൽ ഈ ഭൂമി മുഴുവനും വെള്ളത്തിന്റെ അടിയിലാണ്. ലോകത്തിന്റെ ഒരു തുറമുഖത്തിലെ കപ്പൽ പോലും എത്താൻ കഴിയാറ്. ഭക്ഷണം കിട്ടാതെ ജനത ചതിച്ചു പോകുമെന്ന്, ജനത മരിച്ചു പോകുമെന്ന്. അങ്ങകലെ ആഗോളതാപനമെന്ന് പറയുന്ന ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം എന്നത് ഒരു ഗ്ലോബൽ വാർമിംഗ് ആണ്. ലോകത്തിന് മുന്നൊരു മുന്നറിയിപ്പ് നൽകി. ചൂടിങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുമ്പോ ഹിമാലയത്തിന്റെ മഞ്ഞുപാളികൾ മുഴുവനും ഉരുകി ജലമായി പസഫിക്കിന്റെ ജലത്തിലോട് ചേർന്നു പോകുമ്പോ 2 അടി എങ്ങാനും ഈ ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന മഞ്ഞുപാളികൾ സൂര്യന്റെ ഈ കഠിനമായ താപം കാരണത്താൽ ഉരുകി അത് ഭൂമിയിലേക്ക് സമുദ്രത്തിലേക്ക് ചെന്നു ചേർന്നാൽ സമുദ്രത്തിന്റെ ജലനിരപ്പെങ്ങാനും 2 അടി കൂടിയാൽ ഈ ഒരു ലോകം തകരും സഹാബാ എന്ന് ഖുർആനിന്റെ ആയത്തോടെ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയേ മത്തായ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, എപ്പോഴാണ് ഈ ലോകത്തിന്റെ അവസാനം തുടങ്ങുക? എന്നാണ് ഈ ഭൂമി തവളമായി പൊടിക്കപ്പെടുക? ഈ പ്രകാശം തെളിയുന്ന സൂര്യഗോളം എന്നാണ് തകർന്ന് തരിപ്പണമാവുക? അന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു മറുപടി ഇന്നത്തെ വാർത്തകളുടെ മുമ്പിൽ ഞടുങ്ങിത്തെറിച്ചു നിന്ന് വേശ്യകൾ പോലും പ്രത്യേക ഇരിപ്പിടത്തിന് വേണ്ടി സമരത്തിന്റെ കാഹളം ഉറക്കുന്ന ലോകത്ത് സഹാബാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇദാ ലഹറ ഫീ ഖുലൂബികുമുൽ ഫിത്ന, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഫിത്ന കടന്നു കൂടുമ്പോ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പൈശാചികമായ ഫിത്നകൾ ഇടം തേടി പോകുമ്പോ, ഇന്നോരോ ആണിന്റെയും പെണ്ണിന്റെയും ഹൃദയം ഈ പൈശാചിക ഫിത്നയുടേതാണ്. ഇന്നോരോ ആണും ഈ ഫിത്നയുടെ ഉള്ളിലാണ്, ഓരോ പെണ്ണും ഈ ഫിത്നയുടെ ഉള്ളിലാണ്. ആ ഫിത്ന നീ ആ കാലഘട്ടത്തിൽ വ്യാപിക്കും സഹാബാ. അന്ധകാര നിബിഡമായ രാത്രി കടന്നു വരുന്നത് പോലെ, രാത്രിയുടെ ഇരുളുകൾ കനക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ഫിത്ന വ്യാപിക്കും സഹാബാ എന്ന് ലോകത്തിന്റെ മുത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഒരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എന്ന കാലഘട്ടത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നേതെന്നറിയുമോ? അന്നാ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫിത്നകൾ വ്യാപിക്കും. അന്നാണ് ലോകം അവസാനിക്കുന്നത്. അന്നാണ് ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആധിപത്യം ചുമത്തുന്നത്. അന്നാണ് ശത്രുക്കൾ നിങ്ങളെ തകർത്തെറിയുന്നത്. അന്നാണ് നിങ്ങളുടെ ശത്രു മുസ്ലിമീങ്ങൾക്കെതിരെ അവസാനത്തെ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ തന്റെ അനുയായികളോട് ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗത്ത് ആഹ്വാനം ചെയ്യുന്നത്.
ഇന്നലത്തെയും ഇന്നത്തെയും പ്രധാനപ്പെട്ട വാർത്ത, ഫാസിസ്റ്റുകളുടെ നേതാവ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട് അവസാനത്തെ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ പറഞ്ഞു അത്രേ തന്നെ അനുയായികളോട്. ഇതാണ് ഇന്നത്തെ പുതിയ വാർത്ത. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട? എന്താ മനുഷ്യന്മാരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട? ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത, ഈ ഫിത്തിന ഏതാണ്? ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം. ആ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആ ഏതാണ്? അത് നമുക്ക് പഠിക്കാം. എന്നിട്ടത് ചൊല്ലാറ് നമുക്ക് പോയി കിടന്നുറങ്ങും. നമുക്കറിയാത്ത ദുആ ഏതാ ഉള്ളത്? നമുക്കറിയാത്ത സലാത്ത് ഏതാ ഉള്ളത്? ഈ കാലഘട്ടത്തോടെ ഏറ്റവും യോജിച്ച ഒരു വിഷയം, അതിന്റെ മർമ്മപ്രധാനമായ ഭാഗം ഞാൻ പറയാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രാത്രിയുടെ ഇരുട്ട് കണക്കുന്നത് പോലെ സന്ധ്യയാകുമ്പോഴുള്ള അന്ധകാരമല്ല പാതിരാത്രി. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ അന്ധകാരം കനത്ത് വരുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫിത്നകളെ ഇടം പിടിക്കും സഹാബ. അന്നാണ് നിങ്ങളുടെ എതിരാളി നിങ്ങൾക്കെതിരെ പടവാളൊരുങ്ങുക. അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയേ? അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയേ? അല്ല, അന്ന് നിങ്ങൾ ഭൂരിപക്ഷമായിരിക്കെ തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്നത്തെ വാർത്ത പറയുമ്പോ, ഡൽഹിയിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ വെച്ച് സംഘപരിവാരത്തിന്റെ നേതാവിന് ആഹ്വാനം ചെയ്തത് എന്താണെന്നറിയോ? ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കെതിരെ അവസാനത്തെ സമരത്തിന് തയ്യാറെടുക്കാൻ, അവസാനത്തെ കുരിശുയുദ്ധം ഇന്ത്യ രാജ്യത്തിന്റെ മക്കൾക്കെതിരെ പുറത്തെടുക്കാൻ മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും വാരാണസിയുടെയും നടുവിലിട്ടിട്ട് പാവപ്പെട്ട പെണ്ണിനെ മരത്തിൽ കിടത്തിയിട്ട് വയറുകീറിയിട്ട് ശൂലം കൊണ്ടവളുടെ കൈത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുത്തിയെടുത്ത് ഉന്മാദ നൃത്തം വിട്ടിയിട്ട് കൊതുതീരാട് ഇന്ത്യൻ മുസൽമാനെതിരെ അവസാനത്തെ കുരിശുയുദ്ധത്തിന് തയ്യാറെടുക്കാൻ പറയുമ്പോ അവരോട് എനിക്ക് പറയേണ്ടത്, പേടിപ്പിക്കണ്ട. ആരെയാ പേടിപ്പിക്കുന്നത്? ആരാ ഇന്ത്യൻ മുസൽമാനെന്നറിയോ? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശരീരത്തെ മുഴുവനും വേർപ്പെടുത്തി കൊടുത്ത ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന സനാതന ഹിന്ദുത്വത്തിന്റെ നേതാവായ സ്വാമി അഗ്നിവേശ്, അവരൊക്കെയാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. അവരൊക്കെയാണ് അശോക് സിംഗാളല്ല, ഏതെങ്കിലും പ്രവീൺ തൊഗാഡിയല്ല. യഥാർത്ഥ സനാതന ഹിന്ദു കാസായ വേഷം ധരിച്ച സ്വാമി അഗ്നിവേശ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈദേശിക പട്ടാളത്തിന്റെ മുമ്പിൽ നെഞ്ചുവിരിച്ചിട്ട് ശരീരത്തിന്റെ പാഞ്ഞു വന്ന വെടിയുണ്ടകള് നെഞ്ചുകൊണ്ട് തടുത്ത നൂറുകണക്കിന് മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരാ പറയുന്നത്? ബാക്കവിയല്ല, പാണക്കാട് ഹൈദരലി തങ്ങളല്ല, സ്വാമി അഗ്നിവേശ് പറയാ. നൂറുകണക്കിന് മുസ്ലിം സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നേർക്കുനേരെ പോരാടിയിട്ട് വീരാപരാക്രമിയെ പോലെ മരിച്ച ഒരാളുടെ പേരെങ്കിലും ഫാസിസ്റ്റുകളെ നിങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് സ്വാമി അഗ്നിവേശ് പോലും ചോദിച്ച മനുഷ്യത്വത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഇന്നും ഉയർന്നു കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരെയാ നിങ്ങൾ ഭീഷണിപ്പെടുത്തുക? ലോകം മുഴുവനും അടുക്കി വരച്ച കിസ്റ ചക്രവർത്തിയോട് പോരാടാൻ ഖാദിസിയ യുദ്ധത്തിൽ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങൾ നിൽക്കുമ്പോ, പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങൾ നിൽക്കുമ്പോ പരാജയത്തിന്റെ അടിത്തട്ടിലേക്ക് പോവുകയാ. ഖാദിസിയ യുദ്ധത്തിൽ സഹാബത്ത് മുഴുവൻ ന്യൂനപക്ഷമായ സഹാബത്ത് പരാജയത്തിന്റെ കൈപ്പുനീരിലേക്ക് പോകുമ്പോ സേനാനായകനായ സൈദർ റളിയല്ലാഹു തആല ചിന്തിച്ചതെന്താ? അല്ലാഹുവേ, ഇവിടെ എങ്ങാനും മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടാൽ കിസ്റയുടെ കൊട്ടാരത്തിന്മകൾ ഇസ്ലാമിന്റെ കൊടി പാറിക്കാൻ കഴിയില്ല. എന്താ ചെയ്യുക? മുസ്ലിമിനായുധം കൈബോംബല്ല, മുസ്ലിമിനായുധം അണുവായുധമല്ല, അതിനേക്കാൾ വെല്ലുന്നൊരായുധം മുസ്ലിമിന്റെ കയ്യിലുണ്ട്. മഹാനായ ഇസ്ലാമിന്റെ വീരശൂര പരാക്രമി സൈദർ റളിയല്ലാഹു തആല പോരാട്ട വേദിയിൽ കയ്യിൽ കിടക്കുന്ന വാൾത്തലകൾ കൊണ്ട് മിന്നിപ്പിളരുന്ന അഗ്നിസ്വലിംഗങ്ങളെ പോലെ യുദ്ധപ്പറമ്പിൽ ചരിത്രത്തിന്റെ ജൈത്രയാത്ര നടത്തി പോരാടുന്ന മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല ചാരത്തേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ,
എവിടെയാ നമുക്ക് തെറ്റുപറ്റിയതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ നാം ചിന്തകളെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. പരാജയത്തിന്റെ അടിത്തട്ടിലേക്ക് കൂപ്പുപെത്താൻ പോകുമ്പോ പോരടിച്ചുകൊണ്ടിരിക്കുന്ന ബറാഇ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല പറയാ, ബറാഇ ഹബീബായ നബി തങ്ങൾക്ക് പ്രിയപ്പെട്ട അല്ലാഹു വാഗ്ദാനം ചെയ്ത കിസ്രയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ പതാക താഴ്ക്കണമെങ്കിൽ കടിയില്ല ബറാഇ. ആനപ്പട നമ്മുടെ തകർത്തെറിയുകയാ. അതുകൊണ്ട് ബറാഇ അന്ത മുസ്തജാബു ദഅവാ, അന്ത മുസ്തജാബു ദഅവാ. നിങ്ങൾ ഏത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന ആളാണ്. മുത്തുനബി നിങ്ങളെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബറാഇ നിങ്ങൾ ഏത് സമയത്ത് ദുആ ചെയ്താലും, എന്റെ ബറാഇ ഇബ്നു മാലിക് ഒരു ദുആ ചെയ്താൽ അത് അല്ലാഹു ആ സമയത്ത് സ്വീകരിക്കുമെന്ന് നിങ്ങളെ കുറിച്ച് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബറാഇ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നമ്മളൊന്ന് ജയിക്കാൻ ദുആ ചെയ്യണേ ബറാഇ. മഹാനായ ബറാഇ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇത് മുസ്ലിമിന് നഷ്ടപ്പെട്ടു പോയ ആയുധമാ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ആയുധം ദുആയാണ്, പ്രാർത്ഥനയാണെന്ന് ഹബീബായ നബി തങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ ദുആ ചെയ്യേണ്ടവര് ദുആ ചെയ്താൽ മഹാനായ ബറാഇ റളിയല്ലാഹു തആല ഖാദിസിയ യുദ്ധത്തിന്റെ ഭൂമിയിൽ വെച്ച് ആകാശത്തേക്ക് കൈകളുയർത്തി ദുആ ചെയ്യുകയാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ പടിഞ്ഞാറ് നിൽക്കുന്ന സൂര്യന്, ഈ കിടക്കുന്ന രാവിലെ ഉദിച്ച സൂര്യന് ബറാഇന്റെ ദുആ വല്ലാത്തൊരു ദുആയായി. അല്ലാഹുവേ ഇന്ന് രാവിലെ കിടക്കുന്ന ഉദിപ്പിച്ച ഈ സൂര്യന് പടിഞ്ഞാറ് അസ്തമിക്കുന്നതിന് മുമ്പ് കിസ്റ ചക്രവർത്തിയുടെ കിസ്റ പട്ടാളത്തെ ഞങ്ങളുടെ കാൽ കീഴിലാക്കണേ അല്ലാ. സത്തമയ ചഞ്ചായം പൂശി ആകാശത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. സഹോദരങ്ങളെ, ദുആ അവസാനിച്ചു. സഹാബത്ത് പടവെട്ടാൻ തുടങ്ങി. അവസാന സൂര്യൻ അസ്തമിക്കാൻ മിനിറ്റുകളെ ബാക്കി നിൽക്കുകയാ. ചില സഹാബത്ത് ചോദിച്ചു, ബറാഇ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നല്ല ബറാഇ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് യുദ്ധം ജയിക്കണമെന്ന് നിങ്ങൾ ദുആ ചെയ്തതല്ലേ? അല്ലാഹുവിന്റെ സഹാബി പറഞ്ഞു, ക്ഷമിക്കൂ, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ സഹായിക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തതല്ലേ? കാലം സാക്ഷി, ചരിത്ര സാക്ഷി, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാൻ പോകുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് വിളികേണ്ടു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുമ്പ് കിസ്റ പടയെ പരാജയപ്പെടുത്തിയുണ്ട്. അവിടെ നിന്ന് കയറി വന്ന സഹാബ, പൊന്നുമോനെ ന്യൂനപക്ഷമാണെന്നല്ല, ആയുധ സംഭാരമില്ലെന്നല്ല, ബറാഇ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ആകാശത്തേക്ക് കൈകളിയെത്തി ദുആ ചെയ്താൽ സ്വീകരിച്ചുകൊണ്ടല്ലാതെ തട്ടപ്പെട്ടുകൂടാത്ത ഹബീബായ നബിയുടെ സഹാബത്തുകളെ സാക്ഷിത്വം വഹിച്ച, ആ സഹാബത്തുകളെ നേതൃത്വം വഹിച്ച ഇന്നുമേ കേരളത്തിന്റെ മണ്ണിലടക്കം റബ്ബിനോടൊന്ന് കൈയെത്തി ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടുന്ന മഹാനായ സൂഫി വര്യന്മാരുടെ തേജസ്സുള്ള ഈ നാട്ടിൽ മുസ്ലിമീങ്ങൾക്കെതിരെ കുരിശുദ്ധം നടക്കില്ല. കാരണം എന്തെന്നറിയോ? വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ സഹായിക്കൽ അല്ലാഹു തീരുമാനിച്ചെടുത്തതാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നുമല്ല. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. കമ്മ്യൂണിസ്റ്റുകാരനും പറഞ്ഞോളി, മുഅ്മിന് വേണ്ടിയല്ല ദുആ. അതിപ്പോ പാലോളി മുഹമ്മദ് കുട്ടി മരിച്ചാലും ഞാൻ ദുആ ചെയ്യും, അല്ലാഹു മഗ്ഫിർ ലഹു. കാരണം അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം നമ്മുടെ ആഗ്രഹം. അതിനിപ്പോ എന്താ CH ആയതുകൊണ്ട് ആമീൻ പറയൂല? അതിപ്പോ പാലോളി സഖാവ് പാലോളി മരിച്ചാലും ഞാൻ എന്റെ നിലപാട് പറയാ, ഞാൻ ദുആ ചെയ്യും പടച്ചോനെ അല്ലാഹു മഗ്ഫിർ ലഹു. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാ മനുഷ്യനാവുക? രാഷ്ട്രീയവും വൈജാത്യങ്ങളും നമ്മളെ നരികളാക്കി മാറ്റരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഇന്ന് ദുനിയാവിൽ സംഭവിച്ച നിങ്ങളുടെ ഹൃദയത്തിൽ ഫിത്ന ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ
ഇന്ന് ദുനിയാവിലെ മനുഷ്യന്മാർക്ക് ബാധിച്ച ഏറ്റവും വലിയ ഫിത്തിന ഈ ക്യാൻസറാണ്. മനുഷ്യരെ മനസ്സിലാക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ പുത്തൂർ റഹ്മാൻ സാഹിബിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം സലഫി ചിന്താഗതിക്കാരനാണ്. നാളെ ഞാൻ ഈ അവാർഡ് കൊടുക്കണ ഫോട്ടോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നോക്കിക്കോളി, വിവാദമാവും. ഞാൻ ഇവിടെ വെച്ച് പറയാം. നാളെ നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും എടുത്ത് നോക്കിക്കോളി. പുത്തൂർ റഹ്മാൻ സാഹിബിന് അഹമ്മദ് കബീർ ബാക്കവി കൊടുക്കുന്ന ഉപഹാരം ഇൻഷാ അല്ലാഹ് വാട്സപ്പിലും ഫേസ്ബുക്കിലും വിവാദമായിരിക്കും, ഉറപ്പൻ. കാരണം അതിനു വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിയത്ത് ചെയ്തിരിക്കുന്ന കുറെ കൗം ഇവിടെയുണ്ട്. അവര് നിസ്സാരക്കാരല്ല, അവർക്ക് നിസ്കാര തഴമ്പുള്ളവരാണ്, അവര് താടിയുള്ളവരാണ്, അവര് തൊപ്പിയുള്ളവരാണ്. പക്ഷെ കുലൂബ് ഷയാത്തീനി ഫീ ജുസ്മാനി ഇൻസിൻ, അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ വരും. കുലൂബ് ഷയാത്തീനി, അവരുടെ ഹൃദയം പിശാചിന്റെ ഹൃദയമായിരിക്കും. ഫീ ജുസ്മാനി ഇൻസിൻ, മനുഷ്യന്റെ ശരീരത്തിൽ പിശാചിന്റെ ഹൃദയവുമായി നടക്കുന്ന ആളുകൾ. തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ആട്ടുംകുട്ടികളെ തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ശൃഗാല ബുദ്ധി, കുറുക്കന്റെ ബുദ്ധിയിൽ കാത്തിരിക്കുന്നവർ. ഞാനിത് ബോധത്തോടെ പറയുക, കാരണം നമ്മളൊന്നും രക്ഷപ്പെടാൻ വലിയ പാടാൻ. കാരണം വിവരമുണ്ടായിട്ടും വിവരക്കേട് മാത്രം കാണിക്കുന്ന ആളുകളായി സമൂഹത്തിൽ ഒരു വിഭാഗം മാറിപ്പോയി. അതേത് വിഭാഗമെന്നൊന്നും ഞാൻ പറഞ്ഞു. വിവരമുണ്ട്, പക്ഷെ വിവരക്കേടാ കാണിക്കുക. ഇപ്പൊ വാട്സപ്പിൽ എന്നെ കുറിച്ചൊരു വലിയ വിവാദം പ്രചരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇടുന്നപ്പോ മഹബൂബ് എന്റെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഉസ്താദിനൊരു മറുപടി എഴുതി കൊടുക്കണോ? എത്രയെന്ന് പറഞ്ഞാൽ മറുപടി എഴുതുക? വിവാദത്തിന് മറുപടി എഴുതിയാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു പുതിയ വിവാദമുണ്ട്. ആ വിവാദമുണ്ടായത് വേറെ അടുത്തൊന്നുമല്ല, ഞാൻ സഹി കെട്ടത് കൊണ്ട് അതിനെ മറുപടി ഇവിടെ വെച്ച് പറയാം. മറുപടിയല്ല, വിശദീകരണം. എന്റെ നാട് സ്വദേശം കാഞ്ഞാറാണ്, ഇടുക്കി ജില്ലക്കാരനാണ് ഞാൻ. അവിടെ നിന്ന് ഒരാൾ എഴുതിയ ഒരു കുറിപ്പ് വാട്സപ്പിൽ എല്ലാ ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട്. ചേളാരി വിഭാഗത്തിന്റെ പ്രഭാഷകനായ കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവിയുടെ തനിനിറം പുറത്ത്. ചേളാരി വിഭാഗം എന്ന് പറയുമ്പോൾ തന്നെ എഴുതിയത് ഏത് ജുസ്മാനി ഇൻസാൻ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു പദപ്രയോഗത്തിൽ തന്നെ അറിയാമല്ലോ ഇത് എഴുതിയ വർഗം ഏത് വർഗമാണെന്നതിന്റെ താഴെ നമുക്ക് മനസ്സിലാകാം. ചേളാരി സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ ഈ മഹത്തായ നന്മയുടെ പാതയെ അത്രയും നിസ്സാരവൽക്കരിക്കുന്ന, മനസ്സിലേക്ക് അർബുദം ബാധിച്ച ഒരു സമൂഹം എന്താ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. അവരെഴുതിയത് സ്വദേശമായ കാഞ്ഞാറിൽ തബ്ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, നവീന പുത്തൻവാദി കൂട്ടുകെട്ടുകൾ നടത്തിയ പ്രഭാഷണ വേദിയിൽ ചേളാരി സമസ്തയുടെ ആലപ്പുഴ വാർഷികത്തിൽ പ്രസംഗിച്ച അഹമ്മദ് കബീർ ബാക്കവി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ സംഘാടകർ തബ്ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, ബിദഈ പുത്തൻവാദികൾ മുഴുവനും ഒന്നിച്ചു ചേർത്ത് നടത്തിയ പരിപാടിയാണ്. ആ എഴുതിയ ആളോട് ഞാൻ പറയുന്നു, നിങ്ങൾ എഴുതിയത് സത്യമാണ്. ആ പരിപാടിയിൽ എന്റെ നാട്ടിലെ കഴിഞ്ഞ 3 വർഷമായി ആ പ്രഭാഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 20-21 തീയതികളിൽ നടത്തിയത്, എന്റെ കുട്ടികളൊന്ന് ശ്രമിക്കണം, ഇതൊന്നും പറയാതിരിക്കാൻ തരമില്ല. ആ നടത്തിയത് 3ാം വാർഷിക പ്രഭാഷണമാണ്. നിങ്ങൾ നന്നായിട്ട് കേൾക്കണേ. 2 വർഷം ഞാൻ നടത്തി, 3ാം വാർഷിക പ്രഭാഷണമാണ് അന്ന് ഞാൻ 20-21 തീയതികളിൽ വെച്ച് നടത്തിയത്. ആ പരിപാടിയിൽ മാന്യമായി പ്രസംഗിച്ചവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ നാടാണ് കാഞ്ഞാർ. കാഞ്ഞാർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിലാണ്. 12 വർഷമായി ഞാൻ എന്റെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒത്തിരി നാളായി. എന്റെ ദാരിദ്ര്യം, എന്റെ ബാല്യം, എന്റെ തളർച്ച, എന്റെ പട്ടിണി, എന്റെ ജീവിതത്തിന്റെ കുതിപ്പുകൾ, എന്റെ ജീവിതത്തിന്റെ കുതിപ്പുകൾ അവർ കണ്ടത് ഇപ്പോഴാണ്. കിതപ്പുകൾ മുഴുവനും അറിഞ്ഞ ഗ്രാമമാണ് എന്റെ ഗ്രാമം. ആ ഗ്രാമത്തിൽ 15ാമത്തെ വയസ്സിൽ SSLC കഴിഞ്ഞ് ഞാൻ ഹിഫ്ള് പഠിക്കാൻ വേണ്ടി പോയി. 7 മാസം കൊണ്ട് ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി. ആ നാട്ടിൽ ഞാൻ വന്ന് തിരിച്ചെത്തുമ്പോ ഒരവധിക്കാലത്ത് ഞാൻ ഒരു ഹോട്ടലിന്റെ പുറകിൽ നിന്ന് പ്ലേറ്റ് കഴുകുന്നത് കണ്ടപ്പോ, ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വന്ന എന്റെ നാട്ടിലെ ഒരു മാന്യദേഹം, അദ്ദേഹത്തിന്റെ പേരതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ആ വാക്കിൽ. അദ്ദേഹം പ്ലേറ്റ് കൈ കഴുകുമ്പോ ഞാൻ ഹാഫിളായ, ഞാൻ തൊപ്പിയും ജുബയും ധരിച്ച ഞാൻ മറുഭാഗത്തിരുന്ന് പ്ലേറ്റ് കഴുകുന്നുണ്ട്. എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ 7 മാസം കൊണ്ട് ഹാഫിളായിട്ട് ഈ ഹോട്ടലിന്റെ പുറകിൽ ഇരുന്ന് ഉച്ചിട്ടം തിന്നിട്ട് കഴുകുന്നോ? എന്തേ പോവാത്ത? ഞാൻ പറഞ്ഞ വീട്ടില് ദാരിദ്ര്യമാണ്, ഉമ്മയ്ക്ക് കൂലിപ്പണിക്ക് പോകാൻ വയ്യ, ഉമ്മ നെഞ്ചുവേദനയായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കിടക്കാൻ. ഉമ്മ കൂലിപ്പണിക്ക് പോയാലേ 20 റുപ്യ കിട്ടിയിട്ട് ഞങ്ങളുടെ പട്ടിണി മാറൂ. ഉമ്മക്ക് വയ്യാത്തത് കൊണ്ട് വീട് പട്ടിണിയാണ്, അതുകൊണ്ട് ഞാൻ ജോലിക്കിറങ്ങിയതാണ് ഹോട്ടലിൽ എന്ന് പറഞ്ഞപ്പോ അന്ന് ആ മനുഷ്യൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് അന്നത്തെ 500 രൂപയുടെ നോട്ട് എന്റെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നീ നല്ല കഴിവുള്ളവനാണ്, നീ ഈണ്ടു ഓതണം, ഇല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇല്ല. ആ 500 രൂപ വെച്ച് തന്ന ആൾ അതിൽ പേര് പരാമർശിക്കപ്പെട്ട കാഞ്ഞാറിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയൊരു നേതാവായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളും സഹകരിക്കാറുണ്ട്. ഞാൻ തുറന്നാണ് പറയണത്, ഇതിന് കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും കെട്ടണ്ട. അദ്ദേഹം അന്ന് ആ കാലഘട്ടത്തിൽ എന്നെ സഹായിച്ചു. പിന്നീട് ഞാൻ ആ നാട്ടിൽ നിന്ന് ഓതലൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ പ്രാവശ്യം
UAE പ്രസിഡന്റിന്റെ പ്രതിനിധിയായി ക്ഷണിതാവായി ദുബൈയിൽ ഞാൻ പോയപ്പോ ഞങ്ങളുടെ നാട്ടിൽ വളർന്ന ഒരു ദാരിദ്ര്യത്തിന്റെ ഉച്ചിട്ടം സഹിച്ചു വന്ന ഒരാൾ അവസാനം UAE പ്രസിഡന്റിന്റെ അതിഥികളിൽപ്പെട്ട ഒരു അതിഥിയായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക ബഹുമതിയോടെ ഞാൻ UAEയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ആ നാട്ടിൽ നിന്ന് എന്റെ കൂടെ പഠിച്ച എന്റെ സഹപാഠികൾ, എന്റെ കൂട്ടുകാർ, എന്റെ കളിക്കൂട്ടുകാർ, ആ കൂട്ടത്തിൽ അവരിട്ടിരുന്ന വസ്ത്രം കീറിപ്പോയപ്പോ ആ വസ്ത്രം എനിക്ക് തന്നിട്ട് ഞാൻ സ്കൂളിൽ പോയവരുണ്ട്. എനിക്ക് പിരിവിട്ട് യൂണിഫോം വാങ്ങിച്ചു തന്ന കൂട്ടുകാർ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ആ കൂട്ടുകാർ മുഴുവനും ഒരുമിച്ചുകൂടി നമ്മുടെ കൂടെ വളർന്ന ഒരാൾ ഇത്രയും വലിയ ഔന്നത്യത്തിലെത്തുമ്പോ, ഒരു പദവിയിലെത്തുമ്പോ ആ പ്രഭാഷണം നമ്മുടെ നാട്ടിൽ നടത്തണമെന്ന് പറഞ്ഞ് കാഞ്ഞാറിന്റെ പ്രിയപ്പെട്ട പുത്രന് ജന്മനാട്ടിലേക്ക് സ്വാഗതം എന്ന ഫ്ലെക്സുകൾ അടിച്ച് അവരെന്നെ വിളിച്ചു. 1ാം വാർഷിക ഒരു പ്രഭാഷണം. പിറ്റേ ദിവസവും അതേ കൂട്ടുകാർ തന്നെ വീണ്ടും വെച്ചു 2ാം വാർഷിക പ്രഭാഷണം. ഈ 2021 3ാം വാർഷിക പ്രഭാഷണം. എന്നോടുള്ള സ്നേഹവും ഞങ്ങളുടെ നാടിന്റെ കാഞ്ഞാർ എന്ന ഗ്രാമത്തിന്റെ ഒരു വലിയ സൗന്ദര്യവും ആ പരിപാടിയിൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളും പ്രസ്ഥാന സംഘടന വ്യത്യാസമില്ലാതെ മുസ്ലിം ഐക്യവേദി എന്ന ബാനറിലാണ് ആ പരിപാടി നടത്തിയത്. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത് തെറ്റാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും ഞാൻ പങ്കെടുക്കും. ആ പങ്കെടുത്തത് തെറ്റാണ് എന്ന് തോന്നിയാൽ ഞാൻ ജനിച്ചു വളർന്ന എന്റെ കൊച്ചു ഗ്രാമത്തിൽ യാതൊരുവിധ സംഘടനാ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഐക്യവേദി എന്ന രീതിയിൽ ആ കാട്ടിലെ ചെറുപ്പക്കാരും അവിടുത്തെ പണ്ഡിതന്മാരും അവിടുത്തെ ഗുരുതുല്യന്മാരായ പണ്ഡിതരുണ്ട്, ഉമറാക്കലുണ്ട്, ആ നാട്ടിലെ മുഴുവൻ ആളുകളുമുണ്ട്. അവര് സംഘടിപ്പിച്ച എന്റെ മഹലിലെ മുസ്ലിം ഐക്യവേദി പങ്കെടുത്തൊരു പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ് തെറ്റെങ്കിൽ ഞാൻ നിങ്ങളോട് അത് പറയാനുള്ള ഒരു അർഹത പോലും അത് എഴുതിയ ആൾക്കില്ല. കാരണം അയാൾ ഞങ്ങളുടെ നാട്ടിലെ ആ സംഘടനയുടെ ഒരേ ഒരാളാണ്. എനിക്ക് 8 വയസ്സുള്ളപ്പോഴും ആ സംഘടനയെ ഒരേ ഒരു അനുയായി അയാൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് 38 വയസ്സ് 30 വർഷമായിട്ടും ആ സംഘടനയ്ക്ക് ഒരേ അനുയായി മാത്രമേ ഉള്ളൂ. അത് ക്ലോസറ്റിലെ വെള്ളം പോലെയല്ല, യസീദ് പോലെ എങ്കുസ് കൂടിയിട്ടില്ല കുറഞ്ഞിട്ടുമില്ല. അയാൾക്ക് തോന്നിയ മനസ്സിന്റെ ഒരു കൃമികടിയാണ് അത് പിന്നീട് ഇതായി വന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ സമയത്തിൽ നിങ്ങൾ എന്നോട് ഒന്നും തോന്നരുത്. അപ്പോ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് 2 വാർഷിക പ്രഭാഷണം ഈ മുസ്ലിം ഐക്യവേദി നടത്തിയിട്ട് ആ മനുഷ്യൻ അതിന്റെ മുമ്പിലുണ്ടായിട്ട് അദ്ദേഹത്തിന് അത് എഴുതാൻ പറ്റാതെ വന്നത്? ഇപ്പതെന്തുകൊണ്ടാണ് അദ്ദേഹം വാട്സപ്പിൽ ആ കുറിപ്പെഴുതിയത്? മറ്റൊന്നുമില്ല, ഈ ദീനീ പ്രവർത്തനത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഹോൾസെയിലായിട്ട് നടന്ന ഇയാളുടെ മകനെയും മരുമകളെയും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന ചാനലിന്റെ പരിപാടിയിൽ പറഞ്ഞുവിട്ട് അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിലുള്ള സദാചാര ബന്ധം മുഴുവനും തകർത്ത് അതിൽ 1ാം സ്ഥാനം നേടിയത് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഹോൾസെയിൽ പ്രവർത്തകന്റെ മകനാണ്. അതിനെതിരെ തൊടുപുഴയിൽ നടന്ന ഹുബ്ബ് റസൂൽ പ്രഭാഷണത്തിൽ ഞാൻ പ്രതികരിച്ചതാണ് 3ാമത്തെ വാർഷിക സമ്മേളനത്തിൽ ഇദ്ദേഹത്തിന് ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത് എന്നറിയുമ്പോ ഈ ചെന്നായ്ക്കളുടെ ആട്ടുംതോലണിഞ്ഞ ചെന്നായ്ക്കളെ, സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാരെ തിരിച്ചറിയാൻ കേരളത്തിലെ ബാക്കവിമാരെ തിരിച്ചറിയുന്ന പൊതുസമൂഹത്തിന് കഴിയുമെന്ന് അതെഴുതി വെറുതെ ഈ കട്ടിൽ കണ്ട് പനിക്കണ്ടെന്ന് ആ സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഫിത്നകളെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ.